മുനമ്പത്തെ ജാറവും ഞങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല എന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ മുനമ്പം ജാറത്തിൽ എത്ര കറാമത്തുണ്ട്? ഇയാൾ കറാമത്തില്ല എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ മുനമ്പം. ആ മുനമ്പത്തെ പറ്റി മൂപ്പരെന്നെ പറയണേ ഞങ്ങൾക്ക് അതിന് ബന്ധമുണ്ടോ? ഇല്ല. കേട്ടോളൂ ആ പറയുന്ന ഭാഗം. എന്നാ ഈ മുനമ്പത്തെ ജാറവും നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. എന്നാ ഈ മുനമ്പത്തെ ജാറവും നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ഇല്ലാന്നാ പറയണേ. ഈ അടുത്തും കൂടി മുസ്ലിയാക്കന്മാർ AP വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ മുനമ്പത്ത് ആഘോഷത്തിന് പോണത്. ഇതാ നിങ്ങൾ കേട്ടോ, ഇത് മുമ്പത്തെ ഒരു സിറാജാണ്. അതിൽ നിന്ന് വായിക്കട്ടെ. പുതുവന്നാനി മുനമ്പത്ത് ബീവിയുടെ ജാറത്തിൽ 20ാമത് ആണ്ട് നേർച്ച. ആരാ നേതൃത്വം? ബഹു സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി, ബഹു ശൈഖുന UP മുഹമ്മദ് മുസ്ലിയാർ മാത്തൂര് NB. ജാറത്തിലേക്കുള്ള നേർച്ചാ സംഭാവനകൾ പിരിക്കാനോ പെട്ടികൾ വെച്ച് എടുക്കാനോ കമ്മിറ്റി എവിടെയും ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല. സംഭാവനകളും നേർച്ചകളും പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ പേരിൽ നേരിട്ടയക്കുക. കൃത്രിമം കാണിച്ചാൽ ബീവി അതിന് ഉത്തരവാദി അല്ല എന്ന് ചുരുക്കം. കണ്ടോ? അപ്പൊ ഇത് ആരതാ? ഇല്ല ആരാണ് പറഞ്ഞാൽ ഖലീൽ ബുഖാരിയില്ലേ? ഖലീൽ കുൽ ബുഖാരിയില്ലേ? കണ്ടിട്ടില്ലേ? പത്രക്കാര് പിന്നെ TV-യിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വാലത്ത് വാർഷികം നടത്തണേ. മൂപ്പരായി നേതൃത്വം കൊടുത്തത് എനിക്ക് നിഷേധിക്കാൻ കഴിയോ? അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെ അങ്ങനത്തെ ഈ ഒരു കറാമത്തും ഇല്ലെന്ന് പറഞ്ഞ മുനമ്പത്തെ നേർച്ചപ്പാട്ടിൽ എന്തൊക്കെ കറാമത്തുണ്ടായി? എന്തൊക്കെ കറാമത്തുണ്ടായി കേട്ടോളിൻ. ആരംഭ ബീവി ഹദറത്തിൽ വന്ന് കൊണ്ടവർ ഓതുന്നു സങ്കടത്തിൽ, എൻ മോളെ ആരംഭ കല്യാണം ഒന്ന് കാണുവാൻ ആശ മനസ്സിനുള്ളിൽ. ആഗ്രഹമുണ്ടെന്റെ പൊൻബീവി അത് നിറവേറ്റി തായോ എൻ ബീവി. ഏറെയും നാളായി എൻ മകളെ പൊന്മംഗളം കഴിഞ്ഞൊന്ന് കണ്ടിടുവാൻ. മുനമ്പത്തെ ജാറത്ത് പോയിട്ടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്കൊരു സ്വർണ്ണ ചെയിനല്ലേ കിട്ടിയുള്ളൂ? എത്രനാ കിട്ടി? നീ പാട്ട് തീരുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ. ശരിക്കും പഠിച്ചു വെച്ചോ. എന്താ? പണ്ടം മുതലും അതേറെയുണ്ട്, പിന്നെ പഠനത്തിൽ കോഴ്സ് പൂർത്തിയുണ്ട്. പാവൻ സ്വർണം ജാറത്തിൽ തന്നിടാം, എന്റെ പൂമോളെ മംഗളം കഴിഞ്ഞിടാൻ. ചെയ്യുന്നു പ്രാർത്ഥന ബീവിയിൽ അവർക്കേറ്റവും സന്തോഷത്താലെയും. മാസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞല്ലോ, നല്ല സുന്ദര മണവാളൻ വന്നല്ലോ. നേർന്നപ്പോഴേ കഥാ സ്വർണ്ണച്ചെയിന് തരാന്ന് പറഞ്ഞപ്പോഴേ കഥാ പെട്ടെന്ന് പുതിയാപ്പള വന്നു. പുതിയാപ്പള വന്നൂന്നോ? തീർന്നില്ല. സന്തോഷം പൂണ്ടവർ പോകുന്നേ, ബീവി മുനമ്പത്തെ ദർഗയിലെത്തുന്നേ. ഏറ്റുള്ള പാവൻ സ്വർണം നൽകുന്നേ, ഏറെ പൂമോളെ കൈച്ചെയിനും നൽകുന്നേ. ഏറ്റ സ്വർണം മാത്രല്ലേ നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? ഇയാളതല്ല. ഏറ്റ സ്വർണത്തിന്റെ പുറമെ ഏറെ പൂമോളെ കൈച്ചെയിനും നൽകുന്നേ. നിങ്ങൾക്ക് മാത്രമാണ് വിചാരിച്ച് ഇത് സിറാജുല്ലതൊക്കെ മാത്രം അള്ള കൊടുത്തൊരു ഫദലാണ്. എല്ലാവരും ദർജയേറ്റി കൊടുക്കട്ടെ, എല്ലാവരും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതൊക്കെ തട്ടിപ്പ്. ഈ രൂപത്തിൽ അങ്ങനെ എത്ര കറാമത്തിന്റെ പേരോടെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അമുസ്ലിമീങ്ങളുടെ ഒരു അമുസ്ലിം പാപ്പയുടെ കുപ്പസ്വാമി എന്ന് പറയുന്ന സ്വാമിനെ കേട്ടിട്ടില്ലേ? കുപ്പയുടെ അടുത്ത് ജീവിച്ചിരുന്ന ഓച്ചിറയിലെ കുപ്പസ്വാമി. ആ കുപ്പസ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ തൽക്കാലം മറക്കുകയാണ്. എന്താണെന്നറിയോ? നിങ്ങളത്